നമസ്കാരം. കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് റെഗുലേറ്റിംഗ് ആക്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ് എന്നൊക്കെ പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ് മുതൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വരെ എത്തിക്കാനുണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആക്ട്സ് ഒന്നും ഇടയ്ക്ക് കയറി പഠിക്കാതിരിക്കുകയാണ് നല്ലത്. ആദ്യം തൊട്ട് പഠിക്കുവാണെങ്കിൽ അല്ലെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ആദ്യത്തെ ആക്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇനി 1781 അമെൻഡിങ് ആക്ട് എന്താണെന്ന് നോക്കാം. ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കിനി ടോപ്പിക്കിലോട്ട് കിടക്കാം. 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ ഡിഫക്ട്സ്, ആ ആക്ടിലുള്ള ഡിഫക്ട്സ് തിരുത്താൻ വേണ്ടിയാണ് 1781 അമെൻഡിങ് ആക്ട് ഇറക്കിയത്. ഡിഫക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വാറൻ ഹാസ്റ്റിങ്സ് ഒരു കറപ്റ്റഡ് പേഴ്സൺ ആയിരുന്നു എന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ അദ്ദേഹം സുപ്രീം കോർട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അദ്ദേഹമല്ല, 1773 റെഗുലേറ്റിംഗ് ആക്ടില് ആദ്യത്തെ സുപ്രീം കോർട്ടിനെ നിലവിൽ വന്നു. അപ്പം അവിടുത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സർ എലിജ ഇംപെ. അപ്പം അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സെറ്റിൽമെന്റ് ആക്ട് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1781 അമെൻഡിങ് ആക്ടിനെ സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയാറുണ്ട്. ഇനി എന്തൊക്കെയാണ് സെറ്റിൽമെന്റ് എന്ന് നമുക്ക് നോക്കാം. ഗവർണർ ജനറലിനെയും ഗവർണർ ജനറലിന്റെ കൗൺസിലിനെയും കമ്പനിയുടെ ജോലിക്കാരെയും സുപ്രീം കോർട്ടിന്റെ അധികാര പരിധിയിൽ നിന്ന് മാറ്റി. അതായത് സുപ്രീം കോർട്ടിന്റെ അധികാര പരിധിയിൽ നിന്ന് ഇനി ഗവർണറോ ഗവർണർ ജനറലിന്റെ കൗൺസിലുള്ള അംഗങ്ങളോ അതുപോലെ തന്നെ കമ്പനിയുടെ സെർവൻസിനെയോ അതിൽ സുപ്രീം കോർട്ടിന്റെ അധികാര പരിധിയിൽ വരുന്നവരായിരിക്കില്ല. അതുപോലെ തന്നെ റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നികുതി പിരിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോർട്ടിന്റെ പരിധിയിലും ആയിരിക്കില്ല. പിന്നെ നിയമങ്ങൾ ഹിന്ദുസിനും മുസ്ലിംസിനും വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരു കോർട്ടില് അല്ലെങ്കിൽ നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുക്കുമ്പോഴും എല്ലാം എങ്ങനെയായിരിക്കണം? ഹിന്ദുസിന് വേറെ മുസ്ലിംസിന് വേറെ എന്നുള്ള രീതിയിലായിരിക്കും നടത്താൻ പോവുക. അതായത് ഹിന്ദുസിന് നിയമങ്ങൾ എങ്ങനെയായിരിക്കും? ഹിന്ദു ലോ അനുസരിച്ചായിരിക്കും അവരുടെ നിയമങ്ങൾ. അതുപോലെ മുസ്ലിംസിന് അവരുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദൻ ലോ അനുസരിച്ചായിരിക്കും അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നത്. അപ്പൊ രണ്ടും വ്യത്യസ്തമാണ്. ഇനി അടുത്തത് പ്രൊവിൻഷ്യൽ കോർട്ടിന്റെ കാര്യം. പ്രൊവിൻഷ്യൽ കോർട്ടിൽ നിന്ന് വരുന്ന അപ്പീൽസ് ഒക്കെ ആരുടെ കയ്യിലോട്ടാണ് പോകുന്നത്? അവിടെ സുപ്രീം കോർട്ട് ഇടപെടേണ്ട കാര്യമില്ല. ആ അപ്പീൽസ് ഒക്കെ പരിഗണിക്കേണ്ടത് ഗവർണർ ജനറലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൗൺസിലുമായിരിക്കും അതൊക്കെ പരിഗണിക്കുന്നത്. അതായത് പ്രൊവിൻഷ്യൽ കോർട്ടിൽ നിന്നുള്ള അപ്പീൽസ്. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോർട്ടിന് വേണ്ട റൂൾസും റെഗുലേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കണം? ഗവർണർ ജനറലിനും അദ്ദേഹത്തിന്റെ കൗൺസിലും ആയിരിക്കും. അപ്പം അപ്പീൽസ്, പ്രൊവിൻഷ്യൽ കോർട്ടിൽ നിന്നുള്ള അപ്പീൽസ് പരിഗണിക്കുന്നത് ഗവർണർ ആയിരിക്കും. അതുപോലെ തന്നെ കോർട്ടിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ആരായിരിക്കും? ഗവർണർ തന്നെ ആയിരിക്കും, അല്ലെ? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പം നമുക്ക് മനസ്സിലാകും സുപ്രീം കോർട്ടിന് പേരിൽ മാത്രമേ ഉള്ളൂ സുപ്രീം എന്നല്ലേ. പക്ഷെ സുപ്രീം പവർ ആർക്കുള്ളതാണ്? ഗവർണർക്കുള്ളതാ. അപ്പം ഈസി ആയിട്ട് ഇപ്പൊ ഒരു കറപ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ അഴിമതി നടത്താനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു വഴി തെളിക്കുക എന്ന് വേണേൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആക്ടായ റെഗുലേറ്റിംഗ് ആക്ട് 1773 പോരായ്മകൾ പരിഹരിക്കുക എന്നതിന്റെ ഉദ്ദേശത്തിലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. അപ്പൊ ഇതിന്റെ പിന്നില് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട്
1784 പാസ്സാക്കി. അപ്പം 1775 മുതൽ 1783 വരെ നീണ്ടു നിന്ന ദ അമേരിക്കൻ റവല്യൂഷണറി വാർ അവസാനിക്കുകയാണ്. 1783 വാർ അവസാനിച്ചു. പക്ഷെ അതിലെന്താണ്, ബ്രിട്ടന് അമേരിക്ക നഷ്ടമായി. അപ്പൊ അമേരിക്കയ്ക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചു. അപ്പൊ ഇനി ബ്രിട്ടനെ സംബന്ധിച്ച് ഇന്ത്യ ബ്രിട്ടന് നഷ്ടമാകാൻ സാധിക്കുകയില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൂടെ പിടിച്ചു നിർത്തണം, ബ്രിട്ടൻ ഇന്ത്യയെ വേണം. അപ്പൊ ഇന്ത്യയിൽ എന്താ അങ്ങനെ ഇൻഡിപെൻഡൻസ് കൊടുക്കാതിരിക്കാനായിട്ടുള്ള മെയിൻ മാർഗമായിട്ട് അവർ സ്വീകരിച്ചത് ഇന്ത്യയിലെ കറപ്ഷൻസ്, കമ്പനിയുടെ ഈ കറപ്ഷൻസ് ഒക്കെ അവസാനിപ്പിക്കുക എന്നാണ് അവര് തെരഞ്ഞെടുത്ത മാർഗം. അപ്പൊ അതിനുവേണ്ടിയാണ് അവര് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പാസ്സാക്കിയത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഏറ്റവും ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കറപ്ഷൻസ്, കമ്പനിയുടെ അഴിമതി നിർത്തലാക്കുക എന്നുള്ളതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ എയിം. അതുപോലെ തന്നെ ആദ്യം ഇറക്കിയ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എയിമും അത് തന്നെ ആയിരുന്നു. കമ്പനിയുടെ ഭരണം എന്തൊരു റെഗുലേറ്റ് ചെയ്യുക, ബ്രിട്ടീഷ് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആക്ടിന്റെയും ലക്ഷ്യം. പിന്നീട് ആ ആക്ടിന് ശേഷം പിന്നെ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഒക്കെ ഇറക്കി. വീണ്ടും എന്താ അവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്ദേശിച്ച പോലെ ഒരു അഴിമതി രഹിതം ആയിട്ടുള്ള ഒരു ഇന്ത്യ നടന്നില്ല. അതിനു പകരം വീണ്ടും വീണ്ടും കമ്പനിയുടെ അഴിമതി കൂടിക്കൊണ്ടേയിരുന്നു. അപ്പം അതവര് മനസ്സിലാക്കി. വീണ്ടും ഇനി അമേരിക്കക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ പോലെ തന്നെ ഇന്ത്യയും പോവായിരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് പോകുമായിരിക്കും എന്നുള്ള ഒരു വെളിപാടിന്റെ ഇതിലാണ് അവര് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇറക്കുന്നത്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വില്യം പിറ്റ് ദി യങ്ങർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. അതുകൊണ്ടാണ് ഈ ആക്ടിന് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പേര് വരാൻ കാരണം. ഈ ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കമ്പനിയുടെ അധികാരത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ പ്രോപ്പർട്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആണ് എന്ന് ഡിക്ലെയർ ചെയ്ത ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു മീഡിയേറ്റർ മാത്രമാണ്. സുപ്രീം പവർ ആർക്കുള്ളതാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിനാണ് എന്ന് ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇനി പിറ്റ്സ് ഇന്ത്യ ആക്ടില് എന്താണ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിട്ട് തരംതിരിച്ചു. അപ്പൊ ഒന്ന് പൊളിറ്റിക്കൽ ഫങ്ഷൻ, രണ്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. പൊളിറ്റിക്കൽ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പുതിയ ഗവർണിംഗ് ബോഡിയെ ക്രിയേറ്റ് ചെയ്തു, ബോർഡ് ഓഫ് കൺട്രോള്. അവര് സിവിൽ, മിലിറ്ററി ആൻഡ് റവന്യൂ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്നത് ഈ ബോർഡ് ഓഫ് കൺട്രോൾ ആയിരിക്കും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യാനായിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഏർപ്പെടുത്തി. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഒരു ഡ്യുവൽ ഗവൺമെന്റ് എന്ന സിസ്റ്റമാണ് കൊണ്ടുവന്നത്. എന്താണ് ഡ്യുവൽ ഗവൺമെന്റ് എന്ന സിസ്റ്റം? ഏത് ആക്ട് ആണ് കൊണ്ടുവന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. അതായത് മുഴുവൻ ഫങ്ഷൻസിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ശരിക്കും പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പം ഇതിൽ പറയുന്ന മെയിൻ കാര്യം, ഒന്ന്, നമ്മുടെ കമ്പനി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു മീഡിയേറ്റർ മാത്രമാണ്. അവർ ഓൺ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും, ഇന്ത്യയിലെ എല്ലാ പ്രോപ്പർട്ടിയും ആരാണ്? അതിന്റെ സുപ്രീം കൺട്രോള് ബ്രിട്ടീഷ് ഗവൺമെന്റിനായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കൊമേഴ്ഷ്യൽ അഫയേഴ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ്. കൊമേഴ്ഷ്യൽ അഫയേഴ്സ് നിയന്ത്രിക്കുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും പൊളിറ്റിക്കൽ അഫയേഴ്സ് നിയന്ത്രിക്കുന്നത് ബോർഡ് ഓഫ് കൺട്രോളും ആയിരിക്കും. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അമെൻഡിങ് ആക്ട് ഓഫ് 1781 അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ്, അതുപോലെ തന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ടോപ്പിക്കിനെ പറ്റി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രൊവിഷൻ ആണ് അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫങ്ഷൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഫങ്ഷൻസും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയിട്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ സാലറിയും അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ മെമ്പേഴ്സിന്റെ സാലറിയും ഒക്കെ കമ്പനി തന്നെ കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത് മൊണോപ്പൊളി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തക,
കച്ചവടത്തിനുള്ള കുത്തക അവസാനിപ്പിച്ചു എന്നാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. 4 നൺ ഓഫ് ദ അബോവ്. നമുക്കറിയാം ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫങ്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തതും മൂന്നാമത്തതും നമ്മൾ ഇതുവരെ ഒരു ആക്ടിലും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം അതിനി വരാൻ പോകുന്ന ആക്ടിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന സ്റ്റാഫിന്റെ സാലറിയും അതുപോലെ തന്നെ ട്രേഡ് മൊണോപ്പൊളിന്റെയും കാര്യം. ഇതൊന്നും പിറ്റ്സിന്റെ ആക്ടിൽ വരുന്നതല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത്രയുമാണ് ഈ രണ്ട് ആക്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. നമ്മൾ ഒരു ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.